നമസ്കാരം. ബി.ജെ.പി. ഇത്തവണ കേരളത്തിൽ വൻ മുന്നേറ്റമുണ്ടാക്കുമോ? കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും പൊതുജനവുമൊക്കെ ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണിത്. അതിൻ്റെ ഉത്തരം എന്താണ്? വൻ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഉത്തരം. ഇത്ര ആത്മവിശ്വാസത്തോടെ ഇത് പറയാൻ നിരവധി കാരണങ്ങളുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ പല വിധത്തിലുണ്ട്. അത് വെൽഫെയർ പൊളിറ്റിക്സ് ഉണ്ട്, കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഉണ്ട്, നെഗറ്റീവ് പൊളിറ്റിക്സ് ഉണ്ട്, പോസിറ്റീവ് പൊളിറ്റിക്സ് ഉണ്ട്, അങ്ങനെ പല വിധത്തിൽ. അതിലെ തന്നെ പ്രബലമായ രണ്ട് വിഭാഗമാണ് നെഗറ്റീവ് പൊളിറ്റിക്സും പോസിറ്റീവ് പൊളിറ്റിക്സും. കേരള സംസ്ഥാനം രൂപപ്പെട്ടത് മുതൽ ഈ നെഗറ്റീവ് പൊളിറ്റിക്സിന് ശക്തമായ ഒരു സ്വാധീനം ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഓരോ തവണയും ഇവിടുത്തെ സർക്കാർ വീണ്ടും വീണ്ടും മാറി മാറി വന്നുകൊണ്ടിരുന്നത്. നെഗറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെ എതിരാളിയുടെ നെഗറ്റീവ് വശങ്ങൾ കൂടുതൽ പ്രചരിപ്പിക്കുക, അങ്ങനെ തിരിച്ച് അധികാരത്തിൽ വരിക. പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി അവരുടെ തന്നെ കൂടുതൽ നന്മകൾ പറയുക, അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നന്മ മറ്റുള്ളവർക്ക് ചെയ്യും എന്ന് പറയുക. ഇതിനൊരു അപവാദമായത് 2021 തെരഞ്ഞെടുപ്പിലാണ്. അത്തവണ നമുക്കറിയാം, ശബരിമല വിഷയവും സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയവും അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ടായിരുന്നെങ്കിലും കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കിറ്റ് കൊടുത്ത് വെൽഫെയർ പൊളിറ്റിക്സിലൂടെ LDF ഗവൺമെൻറ്റിന് വീണ്ടും അധികാരത്തിലെത്താൻ തുടങ്ങി. എനിവേ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ബി.ജെ.പി. എന്തുകൊണ്ട് വൻ മുന്നേറ്റമുണ്ടാക്കും? അതിൻ്റെ പ്രധാന കാരണങ്ങൾ പോസിറ്റീവ് പൊളിറ്റിക്സ് തന്നെയാണ്. അതിലെ തന്നെ ഏറ്റവും ശക്തമായ ഘടകം മറ്റൊന്നുമല്ല, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ. നമുക്കറിയാം, 2014 ശ്രീ മോദിജിയെ മുന്നിൽ നിർത്തിയാണ് NDA സർക്കാർ കേന്ദ്രഭരണം പിടിച്ചത്. പക്ഷേ അന്ന് ഈ മോദി ഫാക്ടർ കേരളത്തിൽ അത്ര ശക്തമല്ലായിരുന്നു. കാരണം എന്താണ്? ഇവിടുത്തെ ഇടത് വലത് പാർട്ടികളും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളുമൊക്കെ ശ്രീ മോദിജിക്കും NDAയ്ക്കുമൊക്കെ ഒരു നെഗറ്റീവ് ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് 10.something% വോട്ട് മാത്രമേ കേരളത്തിൽ നേടാൻ സാധിച്ചുള്ളൂ. എന്നാൽ 2019 ആയപ്പോൾ അത് 15.6% വർദ്ധിപ്പിക്കുകയും 2024 ആയപ്പോൾ അത് 19.2%, അതായത് ഏകദേശം 38 ലക്ഷത്തോളം വോട്ട് 2014 പിടിച്ചതിൻ്റെ ഏകദേശം ഇരട്ടിയോളം വോട്ടും, അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ MP സ്ഥാനം, തിരുവനന്തപുരത്തെ ഏതാനും വോട്ടുകൾക്കാണ് അവിടെ MP സ്ഥാനം നഷ്ടപ്പെട്ടത്. അങ്ങനെ വൻ മുന്നേറ്റമാണ് കേരളത്തിലുണ്ടാക്കിയത്. അതുകൊണ്ട് നിന്നോ? ഇല്ല. അതിനുശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ പല തദ്ദേശ സ്ഥാപനങ്ങളും പിടിച്ച് ബി.ജെ.പിയുടെ വൻ മുന്നേറ്റം തുടരുന്നു. ഇത് വെറുതെ സംഭവിച്ചതാണോ? ഒരിക്കലുമല്ല. മറിച്ച് വികസിത ഇന്ത്യ എന്ന സ്വപ്നത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുൾപ്പെടെ പലരും അത് തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ 28 രാജ്യങ്ങളാണ് തങ്ങളുടെ ദേശത്തിൻ്റെ ഏറ്റവും പരമോന്നത ബഹുമതി നൽകി മോദിജിയെ ആദരിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ 12ഓളം രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണ്. ഇതൊക്കെ വെറുതെ കൊടുക്കുന്നതാണോ? ഒരിക്കലുമല്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ മികച്ച നയതന്ത്ര ഇടപെടലുകൾ കൊണ്ട് ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി എന്താണ് വേണ്ടത്? ആദ്യം തന്നെ അവർക്ക് വേണ്ടത് സുരക്ഷിതമായി ജീവിക്കാനൊരു പറ്റുന്ന ഒരിടമാണ്. നമുക്കറിയാം, ഇപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളിലും യുദ്ധത്തിൻ്റെയും മറ്റും തീവ്രവാദത്തിൻ്റെയും മറ്റും ഭീതിയിൽ ആളുകൾ കഴിയുന്നു. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളോ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്താണ്? ശക്തമായ നേതൃത്വം. നമുക്കറിയാം, ഗോവ, മേഘാലയ തുടങ്ങി ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷങ്ങളായിട്ടുള്ള പല സംസ്ഥാനങ്ങളിൽ പോലും ഇന്ന് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ ഭരണം നടത്തുന്നു. അതുപോലെ ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എണ്ണിയാൽ തീരില്ല. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മികച്ച ദേശീയപാത, അതുപോലെ കർഷകർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് വിളകളും മറ്റും മേടിക്കാനായി നല്ല തുക, അതുപോലെ തന്നെ 70 വയസ്സ് കഴിഞ്ഞ ഇവിടുത്തെ സാധാരണക്കാരായ മുതിർന്ന പൗരന്മാർക്ക് 5 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ്. കേരളം പോലെയുള്ള 3 സംസ്ഥാനങ്ങൾ അത് ഇതുവരെ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. എങ്കിലും ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയും നമ്മുടെ നാട് വികസിക്കാൻ വേണ്ടിയും നിരവധി പദ്ധതികളാണ് മോദിജി സർക്കാർ നമ്മുടെ നാടിനു വേണ്ടി കൊണ്ടുവരുന്നത്. അതുപോലെ നമുക്കറിയാം, ലോക പോലീസ് കളിക്കുന്ന അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും തീരുവ യുദ്ധങ്ങളൊക്കെ പ്രഖ്യാപിച്ച് ഇന്ത്യയെ റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയിൽ എണ്ണ മേടിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിലൊക്കെ സമചിത്തതയോടുകൂടിയും നയതന്ത്രപരമായും ഇടപെട്ട്
ഇപ്പോഴും എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമുക്കറിയാം 2022 ഉണ്ടായിരുന്ന അതേ വിലയിൽ തന്നെ ഇവിടുത്തെ നാണ്യപ്പെരുപ്പം വെച്ച് നോക്കിയാൽ അതേ വിലയിൽ ഇപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും വില കുറച്ച് കൊടുക്കുന്നതിന് തുല്യം തന്നെയാണ്. ആ രീതിയിലാണ് ഇവിടുത്തെ കേന്ദ്ര സർക്കാർ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്നത്. എന്നാൽ ഇവിടുത്തെ ഇടത് വലത് മാധ്യമങ്ങളോ വർഗീയതയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളോട് നുണപ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ സാധാരണക്കാർ ഇത് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നു, BJP വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ വർഗീയത ഉണ്ടായിരുന്നില്ലേ? നമുക്കറിയാം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് അടയാളപ്പെടുത്തുന്ന 1857 ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഏറ്റവും റെക്കോർഡ് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന അവസരത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുതിയൊരു രാജ്യം കൂടി വേണം, അവരുടെ അധികാരത്തിന് വേണ്ടിയും മതത്തിനു വേണ്ടിയും മറ്റും പുതിയൊരു രാജ്യം കൂടി വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ കോൺഗ്രസ് നേതൃത്വമാണ് അത് അനുവദിച്ചു കൊടുത്തത്. സാങ്കല്പികമായി ഒന്ന് ചോദിക്കട്ടെ, അന്ന് ശ്രീ മോദിജിയായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അതിവിടുത്തെ സാധാരണക്കാരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കേരളത്തിൽ BJP ശക്തിപ്പെട്ടു വരുന്നു. ഇതിൻ്റെ മറ്റു കാരണങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.